ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ലാസർ സംസ്കരിക്കപ്പെട്ടതിന് ശേഷം 4 ദിവസത്തിന് ശേഷം ഈശോ ലാസറിന്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, മറിയം വീട്ടിൽ തന്നെ ഇരുന്നു, പക്ഷെ മർത്തയാകട്ടെ ഈശോ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് നേരെ ഈശോയെ സ്വീകരിക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെ മർത്ത പറയുന്നൊരു വചനമുണ്ട്. മർത്ത പറയുകയാണ്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷെ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്ക് അറിയാം. നമ്മൾ ഈ വചനമാണെന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ പൊതിഞ്ഞ മർത്തയുടെ വചനങ്ങളാണ് ഈ പറയുന്നത്. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വചനങ്ങളിൽ തെളിയുന്നത് ശരിക്കും മർത്തയുടെ ഒരു സങ്കടമാണ്. എൻ്റെ സഹോദരൻ മരിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. സങ്കടമാണ്. ഉടനെ തന്നെ മർത്ത പറയുകയാണ്, പക്ഷേ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്ക് അറിയാം. സ്നേഹമുള്ളവരെ, തൻ്റെ സങ്കടത്തിന്റെ സമയത്ത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് മർത്തയ്ക്ക് കഴിഞ്ഞു എന്ന് ഈ വചനത്തിലൂടെ ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലെ സങ്കടത്തിന്റെ സമയത്ത്, സങ്കട സമയങ്ങളിൽ എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ടായിരിക്കും. ജീവിതത്തിലൊരു പ്രതിസന്ധി വരുന്നു, ഒരു പ്രശ്നം വരുന്നു, പെട്ടെന്ന് നമുക്ക് ദൈവമുണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരാം. പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിലെ മർത്ത ഒരു വെല്ലുവിളിയാണ്. മർത്ത പറയുന്ന, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷെ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്ക് അറിയാം. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ പൊതിഞ്ഞ സങ്കടത്തിന്റെ വാക്കുകളാണ് മർത്തയുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ മർത്തയെ പോലെ സങ്കടങ്ങളുടെ സമയത്തും ദൈവത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി